നമുക്കറിയാം എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു സാധ്യത എന്ന് പറയുന്നത് വളരെ അനന്തമായിട്ടുള്ള കാര്യമാണ്. കാരണം പുതിയ ടെക്നോളജികൾ ദിവസേന വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും നിലയ്ക്കാത്ത അവസരങ്ങളുള്ള മേഖലയാണ് എഞ്ചിനീയറിംഗ്. വളരെ ശ്രദ്ധാപൂർവമായിരിക്കണം കരിയർ തിരഞ്ഞെടുപ്പ്. കാരണം നമ്മളുടെ ആപ്റ്റിറ്റ്യൂഡും ആറ്റിറ്റ്യൂഡും ഒക്കെ മീറ്റ് ചെയ്യുന്ന ഏറ്റവും മികച്ച മേഖലയായിരിക്കണം നിങ്ങൾ പോകേണ്ടത്. അപ്പോൾ ഏറ്റവും മികച്ച എഞ്ചിനീയറിംഗ് സ്ഥാപനങ്ങൾ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക, എങ്ങനെയാണ് അത് തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് ജോയിനിങ് ചെയ്യുക എന്നുള്ളതിനെ പറ്റി വളരെ ലളിതമായിട്ട് പറയുന്നൊരു വീഡിയോ ആണ്. തീർച്ചയായിട്ടും നിരവധി പോയിന്റുകൾ നിങ്ങൾക്ക് ആഡ് ചെയ്യാനുണ്ടാവും. അത് കമൻറ്റ് സെഷനിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഏറ്റവും മികച്ച സ്ഥാപനങ്ങളിൽ തന്നെ പഠിക്കണം. കാരണം ഇൻഡസ്ട്രിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം. എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണൽ പഠനമാണ്, അല്ലേ? ഒരു തൊഴിൽ ലഭിക്കാനുള്ള അല്ലെങ്കിൽ തൊഴിൽ ചെയ്യാൻ നിങ്ങളെ പ്രാപ്തമാക്കുന്ന ഒരു പഠനമാണ്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത്തരത്തിൽ നിങ്ങളെ എനേബിൾ ചെയ്യുന്ന സ്ഥാപനമാണോ നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന സ്ഥാപനം നോക്കണം. അതുകൊണ്ടാണ് IIT-കളൊക്കെ ഇത്രയധികം പ്രാധാന്യത്തിൽ നിൽക്കുന്നത്. കാരണം അവിടുത്തെ ഒരു ഇൻഡസ്ട്രി കരിക്കുലം എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഒരു ഇൻഡസ്ട്രി ഓറിയൻറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഏറ്റവും എംപ്ലോയബിൾ ആയിട്ടുള്ള ആളുകളായിട്ടാണ് ഇറങ്ങുന്നത്. അവർ പഠിക്കുന്നത് തന്നെ അവരെ ഒരു എംപ്ലോയബിൾ ആവാൻ വേണ്ടിയിട്ട്, അതിനുള്ള സ്കിൽസ് നേടാനായിട്ടുള്ള രീതിയിലാണ് അവരുടെ കരിക്കുലം സെറ്റ് ചെയ്തിരിക്കുന്നതും അതിനുള്ളൊരു ഓട്ടോണോമി അവർക്കുള്ളതും. അത്തരത്തിലുള്ളൊരു ഓട്ടോണോമി ഉള്ളത് കൊണ്ടാണ് IIT-കളൊക്കെ വിദ്യാർത്ഥികൾ ഇത്രയധികം മികച്ച പ്രൊഫഷണലായിട്ട്, അതായത് സ്കൂളിൽ നിന്ന് അവർ ആ കോളേജിൽ എത്തിക്കഴിഞ്ഞാൽ കോളേജിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഒരു പ്രൊഫഷണലായിട്ട് മാറുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ ആ ഒരു ഓട്ടോണമി, അവരുടെ കാര്യങ്ങളിലുള്ള അവരുടെ സ്വയംഭരണം ഉള്ളതുകൊണ്ട് അവർക്ക് കുറച്ചുകൂടെ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, അക്കാദമിക് ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഇൻഡസ്ട്രിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ആ തലത്തിലുള്ള സ്ഥാപനങ്ങൾ NIT-കളിലും ഇത് ഒരു പരിധിവരത്തേക്ക് ഇതുപോലെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും മികച്ച പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട്സുകൾ, ടയർ 1 ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, ഞാൻ ഈ പറയുന്നതൊക്കെ ടയർ 1 ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ്. ഇതിനൊക്കെ തന്നെ യൂണിവേഴ്സിറ്റികൾക്ക് പലതിനും ഓട്ടോണമി, അതായത് യൂണിവേഴ്സിറ്റികൾക്ക് തന്നെ ഇത്തരത്തിൽ കോഴ്സ് ഡിസൈൻ ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഓട്ടോണമി ഉള്ളത്, അതുപോലെ തന്നെ കേരളത്തിലടക്കം ചുരുക്കം ചില വിരലിലെണ്ണാവുന്ന കോളേജുകൾക്കും ഓട്ടോണമി പദവിയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഇൻഡസ്ട്രിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക വഴി ഏറ്റവും മികച്ചൊരു തൊഴിൽ ലഭിക്കാനുള്ള അവസരം അവിടെ ഉണ്ട്. മാത്രമല്ല പഠിക്കുന്നതും ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ടാണ്, ഇന്റേൺഷിപ്പ് ചെയ്യുന്ന അതേ ഇൻഡസ്ട്രിയിലായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിച്ചിറങ്ങുമ്പോൾ ജോലി ലഭിക്കുകയല്ല, ഏറ്റവും മികച്ച സാലറിയോട് കൂടിയിട്ട് ജോലി ലഭിക്കാനുള്ള അവസരം ഉണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിക്കുന്ന ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിന് NBA-യുടെ അക്രഡിറ്റേഷൻ ഉണ്ടോ. അത് ഓരോ കോഴ്സിനാണ്. അത്തരത്തിൽ കോഴ്സിന് NBA അക്രഡിറ്റേഷൻ ഉണ്ടോ എന്ന് നിങ്ങൾക്ക് പരിശോധിക്കാം. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ഥാപനങ്ങളിലൊക്കെ NAAC-ൻ്റെ അക്രഡിറ്റേഷൻ ഉണ്ടോ. NAAC-ൻ്റെ അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ പല ലെവലുകളുണ്ട്. അതിലേറ്റവും മികച്ച ലെവലിലാണോ നിങ്ങളുടെ സ്ഥാപനം. ഇതൊക്കെ ക്വാളിറ്റി അളക്കുന്നതാണ്. നേരത്തെ പറഞ്ഞ NBA-യും ക്വാളിറ്റിയുടെ അളവ് പോലെയാണ് NAAC എന്ന് പറയുന്നത്. മൊത്തത്തിൽ ആ സ്ഥാപനത്തിൻ്റെ ഒരു ഓവറാൾ പെർഫോമൻസ് എങ്ങനെയുണ്ട് എന്നുള്ള ആ NAAC സ്കോർ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഈ പറഞ്ഞ 3 കാര്യങ്ങളും വളരെ ശ്രദ്ധിക്കുക. നാലാമതായിട്ട് പറയാനുള്ളത്, നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന സ്ഥാപനത്തിൽ ആ കോഴ്സിന് AICTE അംഗീകാരം ഉണ്ടോ എന്നുള്ളത് നോക്കണം. ഈ AICTE എന്ന് പറയുന്നത് ആൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഇന്ത്യയിലെ എഞ്ചിനീയറിംഗ് സ്ഥാപനങ്ങൾ, പ്രൊഫഷണൽ സ്ഥാപനങ്ങൾക്ക് ഓരോ കോഴ്സുകൾക്കും അംഗീകാരമുണ്ടോ, അവർ ഓരോ മാനദണ്ഡങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത് ഫുൾഫിൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ വെബ്സൈറ്റ്, ഈ കാണുന്ന വെബ്സൈറ്റിനത് ചെക്ക് ചെയ്താൽ ആ സ്ഥാപനത്തിൻ്റെ എന്തൊക്കെയാണ് കോഴ്സുകൾ ഉള്ളതെന്ന് നമുക്കറിയാം. അപ്പോൾ ഇത് വളരെ മാൻഡേറ്ററി ആണ്. ഒരു എഞ്ചിനീയറിംഗ് പ്രോഗ്രാം നടത്തണമെന്നുണ്ടെങ്കിൽ വളരെ മാൻഡേറ്ററി, വളരെ നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് AICTE-യുടെ അപ്രൂവൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നാലാമത്തെ കാര്യം വളരെ പ്രധാനമാണ്. നമുക്ക് മിനിമം ഗ്യാരണ്ടി ഉണ്ട് ഓരോ കോഴ്സ് നടത്തുമ്പോഴും. അതാത് സ്ഥാപനങ്ങൾക്ക് അതില്ലാതെ നടത്തില്ല. കാരണം അതുണ്ടെങ്കിലേ അത് വാലിഡിറ്റി ഉള്ളൂ എന്നുള്ളതാണ്. ഇനി അഞ്ചാമത്തെ കാര്യം നമ്മൾ നോക്കേണ്ടത്, ഇത് ഏത് യൂണിവേഴ്സിറ്റിയിലേക്കാണ് ഇത് അഫിലിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് നോക്കണം. കാരണം നമ്മൾ തിരഞ്ഞെടുക്കാൻ പോകുന്ന യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ ഒരു റാങ്കിങ് എന്തോരം ഉണ്ട് എന്നുള്ള പ്രാധാന്യമുണ്ട്. കാരണം ഓരോ സ്ഥാപനങ്ങൾക്കും ആ യൂണിവേഴ്സിറ്റിക്ക് റാങ്ക് ഉണ്ടായിരിക്കും. ആ റാങ്കിങ്ങിൽ ഒരു പ്രത്യേകത എന്ന് പറയുമ്പം ഇത് നിങ്ങളെ വൈഡ്ലി നിങ്ങളെ റെക്കഗ്നൈസ് ചെയ്യാനും അതിൻ്റെ ഒരു ക്വാളിറ്റി, കാരണം അതിൻ്റെ എല്ലാ കോളേജിൽ പഠിക്കുന്ന, ഗവൺമെൻറ് കോളേജ് അടക്കം പഠിക്കുന്ന കുട്ടികൾക്ക് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് ആയിരിക്കും. അപ്പോൾ കുറച്ചുകൂടെ ഇന്റർനാഷണൽ ആക്സെപ്റ്റബിലിറ്റി ഗവൺമെന്റ് കോളേജുകൾക്ക് കിട്ടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. കാരണം വലിയൊരു അളവിൽ വിദ്യാർത്ഥികൾ ഈ ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ട് അറ്റസ്റ്റേഷനൊക്കെ പല സ്ഥലത്തും നേരത്തെ എടുത്തുകൊണ്ട് തന്നെ എളുപ്പത്തിൽ തന്നെ അറ്റസ്റ്റേഷൻ കിട്ടുന്നതൊക്കെ മറ്റു പല പല സൗകര്യങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ 5 കാര്യങ്ങൾ, ഇതല്ലാതെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ അവിടുത്തെ അധ്യാപകരുടെ ഒരു ക്വാളിറ്റി എന്താണെന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട്. അവിടുത്തെ പശ്ചാത്തല സൗകര്യങ്ങൾ എങ്ങനെയൊക്കെയുണ്ട്, ലാബ് അടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്, അത് നിങ്ങൾക്ക് അനുകൂലമാണോ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടോ, എത്രമാത്രം
ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, അവിടെ വരുന്ന വിദ്യാർത്ഥികളുടെ ക്വാളിറ്റി എങ്ങനെയൊക്കെയാണ്, അവിടുത്തെ മൊത്തത്തിൽ ഒരു ജോഗ്രഫിക്കലി നിങ്ങൾക്ക് എന്തോരം അഡ്വാൻറ്റേജ് ഉണ്ട്, ഇങ്ങനെ പലവിധ കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ പറഞ്ഞു. അതേപോലെ തന്നെ അനവധി മറ്റ് കാര്യങ്ങൾ പറഞ്ഞു. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കും പറയാനുണ്ടാവും അല്ലേ. അവിടുത്തെ അലുമിനീസ് അടക്കമുള്ള കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം അതേപോലെ മറ്റ് സൗകര്യങ്ങൾ NCC അടക്കമുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ TBOയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾ പേഴ്സണലി ഡെവലപ്പ് ചെയ്യാൻ ഉതകുന്ന മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് നോക്കാം. പല വിദ്യാർത്ഥികളും പല രീതിയിലും പലതരത്തിലുള്ള പ്രൊഫഷണൽ അസോസിയേഷനുകളുടെ മെമ്പർഷിപ്പ് എടുക്കാൻ നമുക്ക് ഉപയോഗപ്പെടുത്താം. അതൊക്കെ ഉള്ള സ്ഥാപനങ്ങളാണ്, പ്രത്യേകിച്ച് IEEE പോലുള്ള സ്ഥാപനങ്ങൾ. അതേപോലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും ഓരോ തരത്തിലുള്ള ഇത്തരത്തിലുള്ള അഫിലിയേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സംഗതികളൊക്കെ അവിടെ ഉണ്ടോ, ഇൻഡസ്ട്രി അക്കാദമി ഈ പറയുന്ന ഒരു ഇൻട്രാക്ഷൻ നടക്കുന്ന സ്ഥാപനമാണോ, ഇങ്ങനെ അനവധി കാര്യങ്ങളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം മീറ്റ് ചെയ്യുന്നൊരു സ്ഥാപനമാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് തിരഞ്ഞെടുക്കാം. ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിരവധി കാര്യങ്ങൾ ഇനിയുമുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള എക്സ്പീരിയൻസിൽ വരുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ എഴുതാം. അതും ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറ്റ് ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ബെസ്റ്റ് വിഷസ്.